ഇന്ത്യൻ ചാരസംഘടനയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൽ പ്രവർത്തിച്ചുകൊണ്ട് അമേരിക്കൻ ചാരസംഘടനയായ CIA വേണ്ടി ചാരപ്പണി ചെയ്ത രവീന്ദർ സിംഗിനെ കുറിച്ച് അറിയുമോ? പഞ്ചാബിന്റെ തലസ്ഥാനമായ അമൃത്സറിലെ ഒരു ഇന്ത്യൻ ആർമി ലഫ്റ്റനന്റിന്റെ മകനായിട്ടാണ് രവീന്ദർ സിംഗിന്റെ ജനനം. 1970 ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്ന രവീന്ദർ കാലക്രമേണ മേജർ റാങ്കിൽ വരെ എത്തുന്നു. ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരായ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിലടക്കം രവീന്ദർ അക്കാലത്ത് പങ്കെടുത്തിട്ടുണ്ട്. 1980കളുടെ അവസാനമാണ് രവീന്ദർ സിംഗ് സൈനിക ജോലിയിൽ നിന്നും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിലേക്ക് എത്തുന്നത്. സിറിയയിലെ ദമാസ്കസിലെ ഇന്ത്യൻ എംബസിയിലായിരുന്നു നിയമനം. ഇക്കാലയളവിൽ ഒരു അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥനോട് സിറിയയിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു നീക്കത്തെപ്പറ്റി അബദ്ധത്തിൽ വെളിപ്പെടുത്തുന്നു. ഇതാണ് പിന്നീട് CIA വേണ്ടി ചാരപ്പണി ചെയ്യുന്നതിലേക്കുള്ള രവീന്ദർ സിംഗിന്റെ തുടക്കമായി മാറിയത്. പിന്നീട് ദമാസ്കസിൽ നിന്നും രവീന്ദറിനെ ഹേഗിലേക്ക് നിയമിക്കുന്നു. ഇക്കാലയളവിൽ ആഡംബര ജീവിതമായിരുന്നു രവീന്ദർ നയിച്ചിരുന്നത്. 5 സ്റ്റാർ ഹോട്ടലുകളിൽ മുതിർന്ന ഉദ്യോഗസ്ഥർക്കൊപ്പവും വിദേശ നയതന്ത്ര പ്രതിനിധികൾക്കൊപ്പമുള്ള ഡിന്നർ പാർട്ടികളൊക്കെയുള്ള അയാളുടെ ജീവിത രീതിയിലെ മാറ്റം സഹപ്രവർത്തകരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ഉദ്യോഗസ്ഥന്റെ വരുമാനത്തിന് ചേരാത്ത ആ ജീവിതശൈലിക്ക് പിന്നിൽ എന്തോ ഒരു അസ്വാഭാവികത തോന്നിയെങ്കിലും മുതിർന്ന ഉദ്യോഗസ്ഥ തലത്തിൽ പിടിയുള്ള രവീന്ദറിനെതിരെ പരാതിപ്പെടാൻ ആരും തയ്യാറായില്ല. 2000ന്റെ തുടക്കത്തിൽ രവീന്ദർ തിരികെ ഡൽഹിയിൽ നിയമിതനായി. റോയുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഓപ്പറേഷൻസിന്റെ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ ആയാണ് നിയമനം. 2003 ആയപ്പോഴേക്കും ഓഫീസിൽ സഹപ്രവർത്തകരുമായുള്ള സംഭാഷണങ്ങൾക്കിടയിൽ തന്റെ ഡിപ്പാർട്ട്മെന്റ് ചുമതലയ്ക്ക് പുറത്തേക്കുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൽ രവീന്ദർ കാണിക്കുന്ന താൽപര്യം സഹപ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെട്ടു. മാത്രമല്ല, മിക്ക സമയത്തും ഫോട്ടോ കോപ്പി മെഷീന് സമീപമാണ് രവീന്ദർ ചെലവഴിക്കുക. ആ വിവരം ഒരു സഹപ്രവർത്തകൻ കൗണ്ടർ ഇന്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റിയുടെ ചുമതലയുള്ള സീനിയർ സെക്രട്ടറിയായ അമർ ഭൂഷന്റെ അടുത്തറിയിച്ചതോടെയാണ് രവീന്ദർ സിംഗ് എന്ന കപ്പലിനുള്ളിലെ കള്ളന് നേരെ ഔദ്യോഗിക അന്വേഷണം രഹസ്യമായി ആരംഭിക്കുന്നത്. ഇതോടെ തങ്ങളുടെ ഓഫീസിനുള്ളിലെ ഒരാളെ രവീന്ദറിനെതിരെ തന്നെ ഏജന്റ്സ് അന്വേഷണം ആരംഭിച്ചു. രവീന്ദറിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ക്യാമറകൾ സ്ഥാപിക്കപ്പെട്ടു. ഒപ്പം അയാളുടെ ഫോൺ ടാപ്പ് ചെയ്യാനും ആരംഭിച്ചു. രഹസ്യാന്വേഷണം ഏകോപിപ്പിക്കാൻ ഒരു മിനി കൺട്രോൾ റൂം തന്നെ ഒരുക്കപ്പെട്ടു. രവീന്ദർ സിംഗിനെ കാണാൻ എത്തുന്നവരും അവരുമായുള്ള എല്ലാ സംഭാഷണങ്ങളും അടക്കം വീഡിയോയും ഓഡിയോയും എല്ലാം ശേഖരിക്കപ്പെട്ടു. ഇതിനായി 20ഓളം പേരടങ്ങുന്ന ഒരു സംഘമായിരുന്നു നിയമിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഇതിനിടെ താൻ നിരീക്ഷിക്കപ്പെടുന്നു എന്ന വിവരം രവീന്ദർ സിംഗിന് ലഭിക്കുന്നു. ഓഫീസിലെത്തിയ അയാൾ ഒരു ഭ്രാന്തനെ പോലെ ഓടി നടന്ന് തന്നെ നിരീക്ഷിക്കാൻ വെച്ച ക്യാമറകൾ തേടി നടന്നു. ഇതോടെ സിംഗ് തന്റെ മകളുടെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാൻ എന്ന പേരിൽ ഒരു അവധിക്ക് അപേക്ഷിക്കുന്നു. കൗണ്ടർ ഇന്റലിജൻസ് ടീം തന്റെ പിന്നാലെയുണ്ടെന്ന് മനസ്സിലാക്കിയ രവീന്ദർ ഒരു രക്ഷപ്പെടലിനായി ഒരുങ്ങുകയായിരുന്നു. ഇതിനിടെ സ്കാൻ ചെയ്യുന്ന ഡോക്യുമെന്റ്സിന്റെ ഡിജിറ്റൽ കോപ്പി സേവ് ചെയ്യപ്പെടുന്ന ഒരു ഫോട്ടോ കോപ്പി മെഷീൻ സിംഗിന്റെ ഓഫീസിൽ ഏജന്റുമാർ സ്ഥാപിച്ചു. ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു അതിൽ നിന്നും ടീമിന് ലഭിച്ചത്. 16 ദിവസത്തിനുള്ളിൽ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളെ സംബന്ധിച്ച് റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് തയ്യാറാക്കിയ രഹസ്യ ക്ലാസിഫൈഡ് റിപ്പോർട്ടുകളാണ് രവീന്ദർ സിംഗ് കോപ്പിയെടുത്തിരുന്നത്. രേഖകൾ ചോർത്തുന്നുണ്ട് എന്ന് തെളിവായെങ്കിലും അവ കൈമാറുന്നതിന്റെ തെളിവുകൾ ലഭിക്കാതെ വന്നതിൽ നേതൃത്വം നിരാശരായിരുന്നു. ഒപ്പം ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ തെളിവില്ലാതെ പിടികൂടാനാകില്ലല്ലോ. ഈ അവസരം ഉപയോഗിച്ച രവീന്ദർ സിംഗ് 2004 മെയ് 1 തന്റെ ഭാര്യ പർമീന്ദർ കൗറുമായി സ്ഥലം വിട്ടു. വാടകയ്ക്കെടുത്ത കാറിൽ നേപ്പാൾ അതിർത്തിയിലേക്കും അവിടെ നിന്നും CIA ഏജന്റ് അവരുടെ വിമാനമാർഗം കാഠ്മണ്ഡുവിലെ അമേരിക്കൻ എംബസിയിലേക്കും എത്തിച്ചു. അവിടെ നിന്നും ഇരുവർക്കും അമേരിക്കൻ പാസ്പോർട്ടുകൾ ലഭിച്ചു. രാംപ്രസാദ് വർമ്മ, ദീപ ശർമ്മ എന്നീ പേരുകളിലായിരുന്നു സിംഗിനും ഭാര്യയ്ക്കും പാസ്പോർട്ട് ലഭിച്ചത്. മെയ് 7 ഇരുവരും ഓസ്ട്രിയൻ എയർലൈൻസ് വിമാനത്തിൽ വാഷിംഗ്ടൺ DC വിമാനമിറങ്ങി. ദിവസങ്ങളായി രവീന്ദർ സിംഗ് ജോലിക്കെത്താതിനെ തുടർന്ന് കൗണ്ടർ ഇന്റലിജൻസ് ടീം നഗരത്തിലെ ആശുപത്രികളിലും സിംഗിന്റെ ബന്ധുവീടുകളിലും അന്വേഷിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. തുടർന്ന് സിംഗിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഒരു ലാപ്ടോപ്പ് കണ്ടെടുക്കുന്നു. ഇതുവരെ രഹസ്യരേഖകൾ സിംഗ് കൊറിയർ വഴി അയക്കുന്നു എന്നായിരുന്നു നിഗമനം. എന്നാൽ അവ ആ ലാപ്ടോപ്പ് ഉപയോഗിച്ച് ഇമെയിൽ വഴിയായിരുന്നു സിംഗ് അയച്ചിരുന്നത്. പിന്നീട് സിംഗ് സഞ്ചരിച്ച വഴികൾ കണ്ടെത്തിയെങ്കിലും സമയമേറെ മുന്നോട്ട് പോയിരുന്നു. 2005 രവീന്ദർ സിംഗിനെ ഔദ്യോഗികമായി റോയിൽ നിന്നും പുറത്താക്കി ഓർഡർ ഇറങ്ങി. എന്നാൽ സേഫ് ഹോം എന്ന നിലയിൽ അമേരിക്കയിലെത്തിയ രവീന്ദർ സിംഗിനെ കാത്തിരുന്നത് വൻ ദുരന്തമായിരുന്നു. അവിടെ എത്തിയതോടെ സിംഗിനെ CIA കൈവിട്ടു. മാത്രമല്ല, നൽകിയിരുന്ന ഫണ്ടിംഗ് നിർത്തലാക്കുകയും ഒരു ജോലി തേടാനുള്ള സിംഗിന്റെ ശ്രമങ്ങളെ അട്ടിമറിക്കുകയും ചെയ്തു. അമേരിക്കയിൽ സുരേന്ദർജീത് സിംഗ് എന്ന പേരിലായിരുന്നു രവീന്ദറിന്റെ ജീവിതം. 2004 നവംബറിൽ രാഷ്ട്രീയ അഭയാർത്ഥിത്വം തേടിയുള്ള തന്റെ പൗരത്വ അപേക്ഷ തള്ളിയതിനെതിരെ സുരേന്ദർജീത് സിംഗ് അമേരിക്കൻ കോടതിയെ സമീപിക്കുന്നു. കോടതി രേഖകൾ പ്രകാരം ഇന്ത്യയിൽ താൻ ഇന്ത്യയുടെ ഔദ്യോഗിക രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് ഉദ്യോഗസ്ഥനായിരുന്നുവെന്നും വിഘടനവാദ സംഘടനയായ ഖാലിസ്ഥാനെപ്പറ്റി അന്വേഷിക്കാൻ നിയമിതനായ തന്നോട് ഒരു മതനേതാവിനെ കൊലപ്പെടുത്താൻ സഹായം ചെയ്തു കൊടുക്കാൻ സംഘടന നിർദ്ദേശം നൽകിയെന്നും സുരേന്ദർജീത് സിംഗ് ആരോപിച്ചു. അതിനാലാണ് താൻ അമേരിക്കയിലേക്ക് രക്ഷപ്പെട്ടതെത്തിയതെന്നും തിരികെ പോയാൽ താൻ കൊല്ലപ്പെടുമെന്നുമായിരുന്നു സുരേന്ദർജീത് സിംഗിന്റെ ആരോപണം.
എന്നാൽ സിംഗിന്റെ വാദങ്ങൾ ഇമിഗ്രേഷൻ ജഡ്ജ് നിഷ്കരണം തള്ളി. സിംഗിന്റെ വാദങ്ങൾ വിശ്വസനീയമല്ലെന്നും റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് എന്നൊരു സംവിധാനം ഉണ്ടെന്നതിന് തന്നെ സ്ഥിരീകരണമില്ലെന്നുമായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അതിനൊരു പ്രധാനമന്ത്രിയുമുണ്ട്. എന്നാൽ റോയെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഒരു ഭാഗം എന്ന നിലയിലേ കാണാനാകൂ എന്ന് പറഞ്ഞ കോടതി സിംഗിന്റെ പൗരത്വാപേക്ഷ ഇമിഗ്രേഷൻ ബോർഡിന് തിരിച്ചയച്ചു. തുടർന്ന് രാജ്യത്ത് തുടരാൻ സിംഗിനെ അനുവദിച്ചെങ്കിലും പൗരത്വം മാത്രം അനുവദിക്കപ്പെട്ടില്ല. ഇതേസമയം 2007 ഇന്ത്യയിൽ CBIയും വിദേശ രാജ്യത്തെ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന റോയ്ക്ക് സമാനമായ ഒരു ഏജൻസിയും ചേർന്ന് സിംഗിനെതിരെ ഗ്ലോബൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്ന് ഇന്റർപോളിന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്റർപോൾ ഈ ആവശ്യം നിരസിക്കുകയാണ് ചെയ്തത്. തുടർന്ന് ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് പ്രകാരം ഇന്ത്യ രബീന്ദർ സിംഗിനെയും ഭാര്യയുടെയും പേരിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. ഇതേസമയം അഭയാർത്ഥി എന്ന നിലയിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഏകാന്ത ജീവിതം നയിച്ചിരുന്ന സിംഗ് 2016 ഒരു റോഡ് ആക്സിഡന്റിൽ മരണപ്പെട്ടു.